അപ്പോൾ ഇത് അങ്ങനെയുള്ള സ്ഥാനമാണ്. അതായത് ഒരു കർഷകൻ കൃഷിയൊരുക്കാൻ, വിളനിലം തയ്യാറാക്കാൻ ഭൂമിയെ എത്ര തവണ കലപ്പ കൊണ്ട് ഉഴുതു എന്നതുപോലെ അയാൾ അതിനെ കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിക്കുകയും കളകളിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഹരിയാന മേഖലയിൽ, പ്രത്യേകിച്ച് റോത്തക്, സോനിപത്ത്, ഭിവാനി, ജിന്ദ്, കർണാട് ആദി ഹരിയാനയിലെ മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ കണ്ടു വിളവൊരുക്കാൻ ഗോതമ്പ് വിതയ്ക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 4-5 തവണയെങ്കിലും മണ്ണ് അത് ഉണക്കി ഉഴുതുമറിക്കണമെന്ന്. അങ്ങനെ അത് കളരഹിതമായ നിലമാകും. പിന്നെ വിള വിതയ്ക്കുന്നു. അപ്പോൾ പുണ്യാത്മാക്കളെ, അതിനുശേഷം മാത്രമേ അതിൽ വിത്ത് പോലും ഇടുകയുള്ളൂ. അതിനും വില നൽകേണ്ടതുണ്ട്. കലപ്പ കൊണ്ട് അല്ലെങ്കിൽ ട്രാക്ടർ കൊണ്ട് ഭൂമി ഉഴുത് കിള നടത്തി അതിനും പണം ചിലവായി. വിത്ത് വിതച്ചു, അതിനും ധാരാളം പണം ചിലവായി. പിന്നെ വളവും വെള്ളവും നൽകി, അതിനും പണം ചിലവായി. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഗോതമ്പ് മണികൾ കാണാൻ സാധിക്കുന്നത്, അത് ലഭിക്കുന്നത്. ഇത്രയും പരിശ്രമിച്ച്, ഇത്രയും കഠിനാധ്വാനം ചെയ്ത് അപ്പോൾ വിളവൊരുക്കാൻ, ഗോതമ്പ് ലഭിക്കാൻ കർഷകന് എത്രമാത്രം അധ്വാനവും ചെലവും ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അതേ ഭൂമി തന്നെ ഒട്ടും ഉഴുകയോ പരിപാലിക്കുകയോ ചെയ്യാതെ ഫ്രീ ആയി വിടുക. 1 വർഷത്തിനുള്ളിൽ അവിടെ ഭൂമിയുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയാത്ത വിധം വളരെയധികം കാടുകൾ അതിൽ വന്ന് നിറയുന്നത് കാണാം. കുറ്റിക്കാടുകൾ പരസ്പരം കുടുങ്ങിക്കിടക്കും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറ്റിക്കാടുകൾ, ഇതൊക്കെ എല്ലാം താനെ ഉണ്ടായതാണ്. പിന്നെ വിള തയ്യാറാക്കാൻ, ഗോതമ്പ് തയ്യാറാക്കാൻ അധ്വാനം ചെയ്ത് പണവും ചെലവാക്കി, എന്നിട്ടും എന്തെങ്കിലും ചില തിരിച്ചടികളുണ്ടാവും. ചിലപ്പോൾ ആലിപ്പഴം, ചിലപ്പോൾ ഫ്ലഡ്, ചിലപ്പോൾ വരൾച്ച. ആ പ്രശ്നങ്ങൾ വേറെ തന്നെ കൂടെയുണ്ട് പാരലായി. അതിനുശേഷം മാത്രമാണ് ഗോതമ്പ് ദൃശ്യമാവുകയും ലഭ്യമാവുകയും ചെയ്യുന്നത്. എന്നാൽ നഷ്ടങ്ങൾ താനെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് കാലൻ്റെ അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ്. ഈ പൃഥ്വി ലോകം, ഈ ലോകങ്ങളെല്ലാം ഇവിടെ പാപം ചെയ്യാതെ തന്നെ സംഭവിക്കും. പുണ്യം സമ്പാദിക്കാൻ ആ കർഷകനെ പോലെ നിങ്ങൾ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും. പണവും നൽകേണ്ടി വരും, ടൈമും കണ്ടെത്തേണ്ടി വരും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുണ്യം ശേഖരിക്കാൻ കഴിയൂ. ഈ ലോകം അങ്ങനെയാണ്. പൃഥ്വി ഊപ്പർ പകജോ ധാരേ ക്രോഡ് ജീവ ഏക് ജന്മ മാരെ. കബീർ പരമാത്മാവ് തന്റെ പ്രിയപ്പെട്ട ആത്മാവായ ധർമ്മദാസ് ജിയോട് വിശദീകരിക്കുന്നു, നിങ്ങൾ ധർമ്മവും ചെയ്യുന്നുണ്ട്, ഭക്തിയും ചെയ്യുന്നുണ്ട്, തീർത്ഥയാത്രയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് പറയുന്നു നിങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ പരമാത്മാവ് മനസ്സിലാക്കി കൊടുത്തു, ഞാൻ നിന്റെ പാപങ്ങൾ എണ്ണി കാണിക്കാം, ഒരു ദിവസം നീ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന്. പൃഥ്വി ഊപ്പർ പകജോ ധാരേ ക്രോഡ് ജീവ് ഏക് ദിൻ में मारे. സത്യ ബ്രഹ്മൺ കീ ഹൈ ഹത്യ ജോ ചോക്കാ തും ദേവോ നെത്ത. നിങ്ങൾ അടുക്കള തൂത്തുവാരുന്നു, റൊട്ടി ഉണ്ടാക്കുന്നു, അടുക്കളയിൽ പാചകം ചെയ്യുന്നു. ഇതെല്ലാം കൂടി നിങ്ങൾ 70 ബ്രാഹ്മണരെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് ഒരു തവണ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ബ്രാഹ്മൺ എന്നാൽ ഭക്ത. സന്ത് ആത്മാക്കളുടെ കൊലപാതകം വലിയ പാപമാണെന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരമാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഒരു ബ്രാഹ്മണന്റെ കൊലയുടെ പാപം എത്രയാണെന്ന് നിനക്കറിയാമല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യ ബ്രാഹ്മണ കീ ഹേ ഹത്യ ജോ ചോക്കാ തും ദേവോ നിത്യ. ഏതൊരാളാണോ തളം എഴുകുകയും ഡെയിലി അടിക്കുകയും ചെയ്യുന്നത്, അവർ 70 ബ്രാഹ്മണരെ കൊലപ്പെടുത്തുന്ന അത്രയും പാപം ചെയ്യുന്നു. और ब्राह्मण से हत्या जो होई जन जल स्नान करत सोई. 1000 ബ്രാഹ്മണരെ കൊല്ലുന്ന അത്രയും പാപം. ആ സമയത്ത്, അതായത് തീർത്ഥാടനത്തിന് പോയിട്ട് ഏതെങ്കിലും കുളത്തിലോ തടാകത്തിലോ നിങ്ങൾ കുളിക്കുമ്പോൾ ചെയ്യുന്നു. അത്തരം സൂക്ഷ്മജീവികളെ നിങ്ങൾ തേച്ചുരച്ച് കൊന്നുകളയുന്നു. തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഒരു പുണ്യവും ലഭിക്കുന്നില്ല, പക്ഷെ ഒരുപാട് പാപങ്ങൾ ശേഖരിക്കുന്നു. ഹരി ഭക്തി പൃഥ്വി കേ രംഗ അന്ത കോടി ജീവ ഉടേ പതംഗ സൂക്ഷ്മ കർമ്മി ഇട് മർ ജായി സൂക്ഷ്മ ജീവ ദർശ നാഹി. ഹരി ഭക്തി പൃഥ്വി കേ രംഗ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ചെറിയ ചെറിയ ജീവികളെ, ഭൂമിയുടെ അതേ കളറുള്ളതോ പുല്ലിൻ്റെ കളറുള്ളതോ. അവയെ കാണാൻ പോലും സാധിക്കില്ല, അവ ചത്തുപോകുന്നത്. അതുകൊണ്ട് പരമാത്മാവ് പറയുന്നു, താരക് മന്ത്ര കോട്ട് ജപാഹി ഈ ജീവിതം. ഏത് മന്ത്രങ്ങളാണോ നിങ്ങൾ ജപിക്കുന്നത്,
ഏത് ഭഗവാന്മാരുടെ മന്ത്രമാണോ നിങ്ങൾ ജപിക്കുന്നത്, ഇവരുടെ മന്ത്രം ജപിക്കുന്നതിലൂടെ കോടിത്തവണ മന്ത്രം ചെയ്താലും നിങ്ങളുടെ പാപങ്ങൾ തീരില്ല. തുമുക്കോ നിറാമ കാ ജപത്തെ ജപം നിങ്ങൾ ഏത് ഭഗവാന്മാരുടെയാണോ ഭക്തി ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ 3 തരം പാപങ്ങൾ പോലും നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ പുണ്യാത്മാക്കളെ, തത്വജ്ഞാനത്തിൻ്റെ കുറവ് കാരണം നാം ഭക്തി ചെയ്തുകൊണ്ടിരുന്നിട്ടും ഫെയിലാകുന്നു ഈ പൃഥ്വിയിൽ നിന്നും.